IT, ED ഏജൻസികൾ ആയുധമാണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കിപ്പം പിയാസുനിൽ കൂടി ചേരുന്നു ഡൽഹിയിൽ നിന്നും. പിയാസുനിൽ ഒരുപക്ഷെ ഒരുപാട് കണക്കുകൾ ഉണ്ടാവും. ED, IT റെയ്ഡുകൾ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരിതമായി കേന്ദ്രം ഉപയോഗിക്കുന്നത് എന്നുള്ളത്. 2014 മുതൽ ED നടത്തിയ അന്വേഷണത്തിന് കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. IT-യുടെ റെയ്ഡുകൾ ഞെട്ടിക്കുന്നതാണ്. ഇതിലെല്ലാം അപ്പുറത്ത് നിൽക്കുന്നതിൽ 95%, 97% പ്രതിപക്ഷത്തിനുള്ളവരോ സർക്കാരുമായി സഹകരിക്കാത്ത ബിസിനസ് ടൈക്കൂണുകളോ ആണ് എന്നുള്ളതാണ്. ഒരു ഗ്രൂപ്പിനെ അപ്പാടെ ഇല്ലാതാക്കുകയാണ്. ഇവിടെ നോക്കൂ, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ സ്വന്തം നിലയിൽ തോക്കെടുത്ത് വെടിവെക്കണമെങ്കിൽ അത്രമേൽ സമ്മർദ്ദത്തിലായിട്ടുണ്ടാവാം. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ഒരു സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ NDA ലയിച്ചിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു എന്നതാണ്. ഏജൻസികൾ ആയുധങ്ങളായി മാറുകയാണോ? ED കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല. ഇലക്ഷൻ സമയത്ത് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന ഏജൻസി എന്നാണ് ED കുറിച്ച് പറയുന്നത്. എവിടെയൊക്കെ തെരഞ്ഞെടുപ്പുണ്ടോ അവിടെയൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇറങ്ങും. എന്നിട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളുടെ വീടുകളിൽ കയറും, സ്ഥാപനങ്ങളിൽ കയറും, റെയ്ഡ് നടത്തും, പ്രതിപക്ഷ പാർട്ടികളെ സമ്മർദ്ദത്തിലാക്കും. ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് IT-യുടെയും പോക്ക്. അപ്പോൾ ആദായനികുതി വകുപ്പും ആ നിലയിൽ തന്നെയാണ് രാജ്യത്ത് അന്വേഷണം നടക്കുന്നത്. ആ നിലയിൽ ഈ അന്വേഷണ ഏജൻസികളുടെ ക്രെഡിബിലിറ്റി ആകെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. സുപ്രീം കോടതി തന്നെ പറഞ്ഞു, നിങ്ങൾ ഇത്തരം കേസുകളിൽ ആളുകളെ ചോദ്യം ചെയ്യുമ്പോൾ അവരെ സമ്മർദ്ദത്തിലാക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ സാവകാശം അവരിൽ നിന്ന് തേടണം. ഇതൊരു കൊലക്കേസ് പോലുള്ള കേസുകളല്ലല്ലോ. അപ്പോ ഇക്കാര്യത്തിലൊക്കെ തന്നെ കൂടുതൽ പക്വതയോടുകൂടി ഇടപെടണം എന്ന് സുപ്രീം കോടതി പലതവണ കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ കണക്കുകൾ പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടും. ഈ BJP സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ IT ഏതാണ്ട് 95% മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം 95% ED കേസുകളും രജിസ്റ്റർ ചെയ്യുന്നത്. എത്രയാണ് ഇതിലെ പ്രോസിക്യൂഷൻ നടന്നത്, എത്രയാണ് ഈ കേസ് തീർപ്പാക്കിയത്, കൺവിക്ട് ചെയ്തത് നോക്കിയാൽ 1-2% ബാക്കിയുള്ള കേസുകൾ മുഴുവൻ ഒന്നിലെ വിചാരണ കോടതിയിലാണ്, അല്ലെങ്കിൽ അന്വേഷണത്തിലാണ്. കേസിലെ പ്രതികളൊക്കെ ജാമ്യത്തിൽ പുറത്തിറങ്ങി, ചില ആളുകൾ വിചാരണയ്ക്ക് പ്രതികളായി ഇപ്പോഴും ജയിലിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഈ നിലയിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ, രാഷ്ട്രീയ ശത്രുക്കളെ നേരിടാനുള്ള ആയുധമാക്കി അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ 10-12 വർഷമായി രാജ്യം കാണുന്നതാണ്. ഇപ്പോ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നീക്കമാണോ ഇപ്പോ ഈ CJ റോയ്ക്കെതിരെ ഉണ്ടായതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ കേസിന്റെ വസ്തുത നമുക്ക് ഇപ്പോഴും അറിയില്ല. നമ്മളൊക്കെ തന്നെ അത്ഭുതത്തോടെയാണ് CJ റോയ് എന്ന് പറയുന്ന ബിസിനസ്മാന്റെ വളർച്ച നമ്മൾ കണ്ടത്. വലിയ ഞെട്ടലോടെയാണ് അദ്ദേഹത്തിന്റെ മരണം നമ്മൾ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 10-22 വർഷമായി കേരളത്തിലായാലും ഇന്ത്യയിലായാലും നമ്മളൊക്കെ തന്നെ ഏത് മാധ്യമമായാലും അവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് വളർച്ച എന്ന് പറയുന്നത് ഈ കാലത്താണെങ്കിൽ ജെൻസി വിഭാഗത്തിന്റെയൊക്കെ തന്നെ വലിയ ആവേശമാണ്. അദ്ദേഹത്തിന്റെ ആഡംബര കാറുകളെ കുറിച്ച് പറയുന്നു. അപ്പോ ഏതൊക്കെ കാറുകളാണോ വിപണിയിൽ ഇറങ്ങുന്നത് അതിൽ ഏറ്റവും മുന്തിയ കാറുകൾ അദ്ദേഹം സ്വന്തമാക്കുന്നു. അപ്പോൾ അതൊക്കെ അദ്ദേഹം പ്രദർശിപ്പിക്കുന്നു. ഏറ്റവും മുന്തിയ വിമാനം അദ്ദേഹം സ്വന്തമാക്കുന്നു. അപ്പോ ആ നിലയിൽ 9,000 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു ബിസിനസ്മാൻ. ഒരു 1.5 മാസം മുൻപ് അദ്ദേഹം ഒരു ഓൺലൈൻ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ കാർ പോർച്ചിൽ ഇങ്ങനെ 10-11 റോൾസ് റോയ്സ് കാറുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഏറ്റവും ആഡംബര കാറുകൾ, ഏറ്റവും സ്പെഷ്യൽ എഡിഷൻ കാറുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ആ കാറുകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അഭിമുഖം നൽകുന്നത്. ആ കോൺഫിഡൻസ് ആണ്, അത്രയും കോൺഫിഡൻസിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ബിസിനസ്മാൻ, അങ്ങനെ നിറഞ്ഞു നിന്ന ഒരു ബിസിനസ്മാൻ ഒരു സുപ്രഭാതത്തിൽ ഒരു IT ഉദ്യോഗസ്ഥർ വരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തോട് കുറെ രേഖകൾ ചോദിക്കുന്നു. ഉടൻ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച് സ്വയം ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാനാകുന്നില്ല. ഇതിലെന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തള്ളിക്കളയാനുമാകില്ല. ആ നിലയിലാണ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ ഈ സംഭവം നടന്ന് ജിമ്മി പറഞ്ഞതുപോലെ 30 മണിക്കൂർ പിന്നിടുകയാണ്. എന്താണ് കേസ്? എന്താണ് CJ റോയിന്റെ പേരിലുള്ള ചാർജ്? എന്തിനാണ് CJ റോയിന്റെ ഓഫീസിൽ കഴിഞ്ഞ കുറെ ദിവസമായി IT റെയ്ഡ് നടത്തുന്നത്? എന്ത് സാമ്പത്തിക തട്ടിപ്പാണ് നടത്തിയത്? ഇപ്പോ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ എന്തെങ്കിലും മറ്റേ കേസിൽപ്പെട്ടാല് കൃത്യമായി വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുമല്ലോ. അതായത് മറ്റേ നമ്മുടെ നാഷണൽ ഹെറാൾഡ് കേസിലൊക്കെ തന്നെ ഇവരെ പ്രതി ചേർത്തപ്പോ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചപ്പോ എത്ര മണിക്കൂറാണ് രാഹുൽ ഗാന്ധി ഇരുന്നത്, എങ്ങനെയാണ് ഇരുന്നത്, രാഹുൽ ഗാന്ധി വിയർത്തോ, രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നടന്നോ, രാഹുൽ ഗാന്ധി മൂത്രമൊഴിച്ചോ തുടങ്ങി എല്ലാ കാര്യങ്ങളും ED ഇങ്ങനെ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോ ഈ കേസിന്റെ പിന്നിൽ എന്തിനാണ് CJ റോയ്ക്കെതിരെ ഇങ്ങനെ ഒരു അന്വേഷണം നടന്നത്?
കഴിഞ്ഞ കുറെ ദിവസമായി എന്തിനാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ അന്വേഷണം നടന്നത്, അതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും ഇതുവരെ IT വിഭാഗം അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടില്ല. ഏതായാലും ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തും എന്നൊക്കെ ഇപ്പോൾ കർണാടക സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അവിടെ അതിനായിട്ടൊക്കെ ഒരു അന്വേഷണ ഏജൻസിയെ, പ്രത്യേക അന്വേഷണ ഏജൻസിയെ നിയോഗിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതിന് പിന്നിൽ വലിയ സംശയമുണ്ട്. ചില ബിസിനസ്സുകാർക്ക് മാത്രം വളരാൻ കഴിയുന്ന ഒരു മണ്ണായി ഇന്ത്യ മാറുന്ന ഒരു സാഹചര്യമാണ്. നോക്കൂ, അദാനിയുടെ ഏതെങ്കിലും ബിസിനസ് സാമ്രാജ്യത്തിൽ ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ കയറുമോ? ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നു, അദാനിക്ക് ക്ലീൻ ചിറ്റും കിട്ടി. അമേരിക്കൻ കോടതികളിലെ അദാനിക്കെതിരെ വലിയ കേസുകളാണ്. അദാനിയെ അമേരിക്കയിൽ പോയാൽ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് അമേരിക്കയിൽ. അപ്പോൾ ഗുരുതരമായ കേസുകൾ, അവിടെ കൈക്കൂലി കൊടുത്തു എന്നും അവിടെ കോഴ കൊടുത്തും എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ അദാനിക്കെതിരെ അമേരിക്കയിലെ കോടതികളിലുണ്ട്. അവിടെ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ എന്തും ചെയ്യാം. അപ്പോൾ അദാനിയെ പോലുള്ള ബിസിനസ് സാമ്രാജ്യങ്ങൾക്ക് നേരെ ഒരു നീക്കവുമില്ല. അവിടെ ഒരു അന്വേഷണ ഏജൻസിയും കയറില്ല. അതേസമയം ഇതുപോലുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ അന്വേഷണ ഏജൻസികൾ കയറുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തിനാണ് ഞങ്ങൾ അവിടെ കയറിയത്? അപ്പോൾ അക്കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള എല്ലാ ബാധ്യതയും ഇപ്പോൾ IT വിഭാഗത്തിനുണ്ട്. കാരണം കഴിഞ്ഞ 10 നൂറ്റാണ്ടായി, 22 വർഷമായി, 25 വർഷമായി ബിസിനസ് രംഗത്ത് വലിയ വളർച്ച നേടിയ ഒരു ബിസിനസ്സുകാരനാണ്. ഇതുവരെ അദ്ദേഹത്തിന്റെ ഈ ബിസിനസ് ട്രാക്ക് റെക്കോർഡിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കറ പുരണ്ട ഒരു സാഹചര്യമില്ല, നമ്മൾ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു സെലിബ്രേഷനായി കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെ എല്ലാ നിമിഷവും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഓരോ സ്ഥലത്ത് പോകുന്നതായിക്കോട്ടെ, വരുന്നതായിക്കോട്ടെ, അങ്ങനെ സെലിബ്രേഷനായി കൊണ്ട് നടന്നുകൊണ്ട് ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങൾ സ്വന്തമാക്കാനായി വലിയ നീക്കങ്ങൾ നടത്തുന്ന ഒരു വലിയ ബിസിനസ്സുകാരൻ. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും അത്ഭുതത്തോടു കൂടി കാണുന്ന ഒരു ബിസിനസ്സുകാരൻ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം വലിയ ഒരു കേസിൽ അദ്ദേഹം നിഴലിലാകുന്നു. അദ്ദേഹം EDയുടെ സമ്മർദ്ദത്തിലാകുന്നു. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിങ്ങനെ ഇദ്ദേഹവുമായി ബന്ധമുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ അവരൊക്കെ തന്നെ പറയുന്നത്, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ED വല്ലാതെ ശല്യപ്പെടുത്തുന്നു, IT ഡിപ്പാർട്ട്മെന്റ് വല്ലാതെ ശല്യപ്പെടുത്തുന്നു, അതിങ്ങനെ തുടരുകയാണ്, നമുക്ക് പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞ് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ എന്താണ് ഇദ്ദേഹത്തിനെതിരെയുള്ള ചാർജ്? ഇപ്പോ ഇന്ന് ഈ മണി കൺട്രോൾ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അവരുടെ റിപ്പോർട്ടിനകത്ത് ഒരു വരി ഇങ്ങനെ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ വരുമാനത്തെക്കാൾ കൂടുതൽ വലിയ ആസ്തി ഇദ്ദേഹത്തിനുണ്ട് എന്ന് IT സംശയിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വരുമാനത്തെക്കാൾ കൂടുതൽ വലിയ ആസ്തി അദ്ദേഹത്തിനുണ്ട് എന്ന് IT ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നു എന്നാണ്. പക്ഷെ അതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് സംശയിക്കുന്നത്? ഇപ്പോ കുടുംബം വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആദായ നികുതി ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തോട് പണം ചോദിച്ചു എന്നുള്ള ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ ആരോപണമാണ് ഈ വിഷയത്തിൽ നിലനിൽക്കുന്നത്, വലിയ ദുരൂഹതയാണ് നിലനിൽക്കുന്നത്. ജിമ്മി പറഞ്ഞതുപോലെ ഇപ്പോഴും അദ്ദേഹം സ്വയം തന്നെ വെടിവെച്ച് മരിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണത്തിലൂടെ അതിന്റെ വസ്തുത പുറത്തു വരേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അന്വേഷണ ഏജൻസികൾ അവർക്ക് വിശ്വാസ്യതയെ ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ 10-20 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഏതെങ്കിലും ഒരു അസാധാരണ കേസുകൾ സംഭവിച്ചാൽ CBI വിളി അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയെ വിളി എന്നുള്ള സാഹചര്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ വന്നാൽ പെട്ടു എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എനിക്ക് തോന്നുന്നു BJP സംസ്ഥാനങ്ങൾക്ക് പോലും ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് പോകുന്നത് ഭയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ആ രൂപത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, അത് ED ആയിക്കോട്ടെ, CBI ആയിക്കോട്ടെ, ഇനി ആദായ നികുതി വകുപ്പ് ആയിക്കോട്ടെ, ചാർജ് ചെയ്യുന്ന പല കേസുകളിലും സുപ്രീം കോടതിക്ക് പോലും സംശയമുണ്ട്. സുപ്രീം കോടതി പോലും പലതവണ നിങ്ങളുടെ രാഷ്ട്രീയ കളിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതല്ല ഈ അന്വേഷണ സംവിധാനങ്ങൾ എന്ന് സുപ്രീം കോടതി പോലും പലതവണ ആവർത്തിച്ച് ഈ അന്വേഷണ ഏജൻസികളോട് പറഞ്ഞിട്ടുണ്ട്. പല കേസുകളിലും അങ്ങനെ ഒരുപാട് പ്രതികൾക്ക് സുപ്രീം കോടതി തന്നെ ജാമ്യം നൽകിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് ഒരു പച്ചയായ സത്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം ഒരു വശത്ത് നിൽക്കുന്നു. ഏത് കേസുണ്ടെങ്കിലും ജിമ്മി പറഞ്ഞതുപോലെ BJP ചേർന്ന ആ കേസില്ലാതായി പോകും. അപ്പോ കഴിഞ്ഞ 2014 മുതൽ കഴിഞ്ഞ 10 വർഷത്തെ സാഹചര്യം എടുത്താൽ 24 പ്രമുഖ നേതാക്കളാണ് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അഴിമതി കേസുകൾ നേരിട്ട 24 പ്രധാനപ്പെട്ട നേതാക്കളാണ് BJPയിൽ ചേർന്നത്. അവരുടെ പേരുള്ള എല്ലാ കേസുകളും ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ NDAയിൽ ചേർന്ന് എല്ലാ കേസുകളും ഇല്ലാതായിപ്പോയി. എണ്ണി പറയാം നമുക്ക് ആ പേരുകൾ.
അപ്പോൾ അതൊരു നമ്മുടെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. അപ്പോഴാണ് CJ റോയുടെ ഓഫീസിൽ ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്നു, അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചു എന്നൊക്കെയുള്ള ഈ ഒരു വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഈ ഒരു കഥകളൊക്കെ തന്നെ പുറത്തു വരുന്നു. ഏതായാലും ഇതിൽ IT ഡിപ്പാർട്ട്മെന്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ആദായ നികുതി വകുപ്പ് ഇതിന്റെ പിന്നിൽ ഉള്ള വസ്തുത അവർ വ്യക്തമാക്കണം. ഇത്രയും സമയമായി, അതുകൊണ്ട് ഇനിയും വൈകാതെ എന്തിനായിരുന്നു റെയ്ഡ്, എന്തായിരുന്നു കേസ്, അക്കാര്യമെങ്കിലും വ്യക്തമാക്കാൻ തയ്യാറാകണം. ഓക്കെ. Meet the editors.